മനുഷ്യനെ സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ഉം 23-ഉം തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ എത്ര പാപം ചെയ്ത് അകലുവാൻ ശ്രമിച്ചാലും ശരി, ദൈവമില്ല എന്ന് പറഞ്ഞ് നിരീശ്വരവാദത്തിലേക്ക് തിരിഞ്ഞാലും ശരി, ഓരോ പ്രഭാതത്തിലും ദൈവം നമുക്ക് പുതിയ സ്നേഹങ്ങൾ നൽകിക്കൊണ്ട് നമ്മെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ലോകം സകല മനുഷ്യരെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ മരണാനന്തര ജീവിതം, സ്വർഗത്തിൽ കയറുവാൻ എല്ലാവർക്കും പറ്റുകയില്ല. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് ദൈവമക്കളായി ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ മരണാനന്തരം സ്വർഗത്തിൽ കയറുവാനെത്തുകയുള്ളൂ. മരണ ദിവസം വരെ നമ്മളെ ദൈവം മാടി വിളിച്ചുകൊണ്ട് ഓരോ പ്രഭാതത്തിലും പുതിയ പുതിയ സ്നേഹാനുഭവങ്ങൾ നൽകിക്കൊണ്ട് നമ്മെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്നേഹനിധിയായ പിതാവായ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ജെറമ്യാ 31:3 നമ്മൾ കാണുന്നത്: ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. സഹോദരങ്ങളെ, ഈ അനന്തമായ സ്നേഹനിധിയായ പിതാവായ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ദൈവമക്കളായി ഭൂമിയിൽ ജീവിച്ച് സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കാനുള്ള എല്ലാ കൃപാവരങ്ങളും നമുക്ക് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.